അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും കോടതി വിചാരണ വേളയിൽ അതിജീവിതയെ മുഖവിലക്കെടുക്കാതെ വിശ്വസിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. ആ സമയം അതിജീവിതയെ ഉപദ്രവിച്ച പ്രതികളിൽ ഒരാൾ തന്നോട് പറയുകയാണ് ഇതൊരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഒരു മാഡമാണ്. FISൽ പറയുന്ന ആസ്പെക്ട് അന്വേഷണ ഏജൻസി എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും മറുപടിയായി കോടതിക്ക് കൊടുക്കുന്നില്ല. എവിടെയാണ് അന്വേഷണ ഏജൻസിക്ക് പിഴച്ചത്? അതിജീവിതയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് 6 or 7 കോളുകൾ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുമായി ഒന്നാം പ്രതി പൾസർ സുനി നടത്തുന്നുണ്ട്. പ്രതികൾ പറയുന്ന മാഡം എന്ന് പറയുന്ന ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് മാഡമാണ് എന്ന് പറയുന്ന ആസ്പെക്ട്. അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുന്ന കൺസേൺ ജൂറിസ്ഡിക്ഷനുള്ള പോലീസുമുണ്ട്. ഇവരാരും തന്നെ ഈ ഒരു വശം അന്വേഷിക്കുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധിന്യായം പുറത്തു വന്നു. അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്ന ചർച്ചകൾ സജീവമാകുമ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വശമുണ്ട്. അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ? സംഭവം നടക്കുന്നത് 17/2/2017. ഏതൊരു കേസിനെയും സംബന്ധിച്ചിടത്തോളം ആ കേസിൻ്റെ ഗോൾഡൻ അവേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത് ആ സംഭവം നടന്ന് തൊട്ടടുത്ത മണിക്കൂറുകളും അടുത്ത ദിവസങ്ങളുമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സംഭവം നടക്കുന്ന ദിവസം തന്നെ കൃത്യമായി അതിജീവിത പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നു. അതിനുശേഷം 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എവിടെയാണ് അന്വേഷണ ഏജൻസിക്ക് പിഴച്ചത്? വിധിന്യായം പുറത്തു വന്നപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന ഘടകമുണ്ട്. സംഭവം നടക്കുന്ന ദിവസം അതിജീവിത തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പോലീസിന് കൊടുക്കുന്ന മൊഴിയിലും അതുപോലെ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന മൊഴിയിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിശദീകരണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും കോടതി വിചാരണ വേളയിൽ അതിജീവിതയെ മുഖവിലക്കെടുക്കാതെ വിശ്വസിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. അതിജീവിത പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ അതിജീവിത തനിക്ക് ഉണ്ടായ ദുരനുഭവം, ഞാനത് വിശദീകരിക്കുന്നില്ല എന്താണ് തനിക്കുണ്ടായതെന്ന്, വളരെ വളരെ മോശമായ രീതിയിൽ തനിക്കുണ്ടായ സംഭവ വികാസങ്ങൾ അതിജീവിത വിശദീകരിക്കുമ്പോൾ അതിജീവിത പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. ആ സമയം അതിജീവിതയെ ഉപദ്രവിച്ച പ്രതികളിൽ ഒരാൾ തന്നോട് പറയുകയാണ് ഇതൊരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഒരു മാഡമാണ്. ഇത് അതിജീവിതയുടെ പോലീസിന് കൊടുത്ത മൊഴിയിലും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടം കഴിയുന്നു. 18/4/2017 അന്വേഷണ ഏജൻസി ഒരു കുറ്റപത്രം കോടതി മുൻപാകെ സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം തുടരന്വേഷണം ആവശ്യമായി അന്വേഷണ ഏജൻസി പറയുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് സംഭവം ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിജീവിതയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ ഇതിൻ്റെ മെമ്മറി കാർഡ് കണ്ടുകിട്ടിയിട്ടില്ല. ഇത് കണ്ടെടുക്കുന്നതിന് തുടരന്വേഷണം ആവശ്യമാണ്. 18/4/2017 കൊടുക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ പോലീസിൻ്റെ കണ്ടെത്തൽ നടിയെ ആക്രമിക്കുന്നത് പണം ആവശ്യപ്പെടുന്നതിന് വേണ്ടി, നടിയിൽ നിന്നും ഭീമമായ തുക കൈപ്പറ്റുന്നതിന് വേണ്ടി പ്രതികൾ ഗൂഢാലോചന നടത്തി. അതായത് ആ സമയത്തുണ്ടായിരുന്ന പ്രതികൾ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടിയെ തട്ടിക്കൊണ്ടുവന്ന് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ കൃത്യം നടത്തിയത് എന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. അതിനാസ്പദമായ പെൻഡ്രൈവ് കണ്ടെത്തണം. ഇതായിരുന്നു 18/4/2017 സബ്മിറ്റ് ചെയ്യുന്ന ഫൈനൽ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന ഫൈനൽ റിപ്പോർട്ടിൽ അതിജീവിത പോലീസിന് കൊടുത്ത FIS മൊഴിയിൽ, ആദ്യം കൊടുത്ത മൊഴിയിൽ പറയുന്ന പ്രതികൾ പറയുന്ന മാഡം എന്ന് പറയുന്ന ഈ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് മാഡമാണ് എന്ന് പറയുന്ന ആസ്പെക്ട് അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുന്ന കൺസേൺ ജൂറിസ്ഡിക്ഷനുള്ള പോലീസുമുണ്ട്. ഇവരാരും തന്നെ ഈ ഒരു വശം അന്വേഷിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന അന്തിമ റിപ്പോർട്ടിൽ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരാളുണ്ടായോ എന്നുള്ള അന്വേഷണമില്ല, അത്തരത്തിലൊരാളെ അന്വേഷിച്ചു എന്നുള്ള അന്വേഷണമില്ല, എന്ത് കാരണം കൊണ്ട് അന്വേഷിച്ചു എന്നില്ല,
എന്ത് കാരണം കൊണ്ട് അന്വേഷണത്തിൽ നിന്നും ആ മാഡത്തിനെ ഒഴിവാക്കിയെന്ന് പറയുന്നില്ല. സംഭവം ഇങ്ങനെ നിൽക്കുന്നു. ഇതിന് ശേഷമാണ് പിന്നീട് തുടരന്വേഷണം നടക്കുന്ന വേളയിൽ പുതിയൊരു സാക്ഷി വരുന്നു. സാക്ഷി ഗൂഢാലോചനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുന്നു. 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ കുറിച്ച് പറയുന്നതെല്ലാം പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. FIS-ൽ പറയുന്ന ആസ്പെക്ട് അന്വേഷണ ഏജൻസി എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും മറുപടിയായി കോടതിക്ക് കൊടുക്കുന്നില്ല. കോടതി അത് രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് പിന്നീട് പുതുതായി വരുന്ന ഒരു സാക്ഷി പറയുന്ന പുതിയ ഗൂഢാലോചന കഥയുടെ പുറകെ പോലീസ് ഏജൻസി അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി പോകുന്നത്. മറ്റൊരു വസ്തുത കൂടി വിധിന്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിജീവിത FIS-ൽ പറയുന്ന പ്രതി തന്നോട് പറയുകയാണ് തന്നെ ആക്രമിക്കുന്നത് ഒരു മാഡത്തിൻ്റെ കൊട്ടേഷൻ ആണ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ആസ്പെക്ട് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിജീവിത പറയുന്ന ആ കാര്യത്തെ സംബന്ധിക്കുന്ന കുറച്ച് തെളിവുകൾ കൂടി കോടതി മുമ്പാകെ വന്നിട്ടുണ്ട്. പ്രതിയുടെ ഫോൺ റിക്കവർ ചെയ്ത് അതിലുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ, അതിലുള്ള കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ പ്രതി അന്നേ ദിവസം സംഭവ ദിവസം 17/2/2017 ശ്രീലക്ഷ്മി എന്ന പേരുള്ള ഒരു സ്ത്രീയുമായി കോളുകൾ നടത്തിയിട്ടുണ്ട്. അതായത് അതിജീവിതയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് 6 or 7 കോളുകൾ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുമായി 1ാം പ്രതി പൾസർ സുനി നടത്തുന്നുണ്ട്. അതുപോലെ കുറച്ചധികം SMS-കളും അല്ലെങ്കിൽ മെസ്സേജുകളും ഈ ശ്രീലക്ഷ്മിയും 1ാം പ്രതി പൾസർ സുനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷണമില്ല. ഇത് എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്നുള്ള അന്വേഷണമില്ല. എന്തും മെസ്സേജുകളാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണമില്ല. ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഒരു ഘട്ടത്തിലും അന്വേഷണ ഏജൻസി വിളിച്ച് ചോദ്യം ചെയ്തതായി പറഞ്ഞുകൊണ്ടുള്ള ഒരു മൊഴിയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും കോടതി മുമ്പാകെ കൊടുത്തിട്ടില്ല. ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ അന്വേഷണത്തിൻ്റെ ഭാഗമായി സാക്ഷിയാക്കിയിട്ടില്ല. അവരെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അവർ പിന്നീട് കോടതിയിലും ഹാജരാക്കുന്ന സാഹചര്യം അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആരാണ് ഈ ശ്രീലക്ഷ്മി? ഈ ശ്രീലക്ഷ്മിയുടെയും പൾസർ സുനിയുടെയും ഫോണുകൾ പരിശോധിച്ച് കിട്ടിയ രേഖകളിൽ കുറച്ചധികം ഓഡിയോ വീഡിയോ ക്ലിപ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് കോടതി മുമ്പാകെ എത്തുമ്പോഴും അന്വേഷണ ഏജൻസി അത് പ്രൈവസിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ശ്രീലക്ഷ്മിയുടെയും പൾസർ സുനിയുടെയും പ്രൈവസിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖകളും കോടതിയിൽ തെളിവിലേക്ക് എടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല. കോടതി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ഇത്തരത്തിൽ അതിജീവിതയുടെ FIS മൊഴിയിൽ തന്നെ വ്യക്തമായ അന്വേഷണം നടന്നിട്ടില്ല എന്നത് ഈ ഒരു ഭാഗം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. ഈ ഗൂഢാലോചന ഇന്നും ഒരു ചോദ്യചിഹ്നമായി അന്വേഷണ ഏജൻസിയുടെയും കോടതിയുടെയും വിചാരണ വേളയിൽ പ്രതികളുടെയും അതിജീവിതയുടെയും മുന്നിൽ നിൽക്കുമ്പോൾ ഈ ആസ്പെക്ട് ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. ഇനി ഈ ആസ്പെക്ട് ഏതെങ്കിലും ഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 2017 വർഷം 8.5 വർഷം 9 വർഷത്തിലേക്ക് കടക്കുന്നു. ആ സമയത്തുള്ള CDR, ആ സമയത്തുള്ള മെസ്സേജുകൾ റിട്രീവ് ചെയ്യുക എന്നുള്ളതെല്ലാം വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കും ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഏത് ഘട്ടത്തിലും. ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച പ്രോസിക്യൂഷന് തുടക്കം തന്നെ, പ്രോസിക്യൂഷൻ എന്ന വാക്ക് പറയുമ്പോൾ അത് അന്വേഷണ ഏജൻസി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കോടതിയിൽ വിചാരണ സമയത്ത് ഹാജരായ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഹാജരായ വക്കീലിൻ്റെ അപാകതയാണെന്നല്ല പറയുന്നത്. പ്രോസിക്യൂഷൻ വക്കീൽ വളരെ കോൺഫിഡൻ്റ് ആയി പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. ശരിയാണ്, പ്രോസിക്യൂഷൻ വക്കീൽ കൃത്യമായി കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ കേസ് നടത്തുന്നതിലേക്ക് പ്രഥമ ദൃഷ്ടിയാ ഉണ്ടായിരുന്ന ഒരു തെളിവ് പോലും അന്വേഷണ ഏജൻസി കൃത്യമായി കോടതിന് മുമ്പാകെ കൊണ്ടുവന്നിട്ടില്ല എന്നത് ഈ ഒരൊറ്റ കാര്യത്തിൽ വ്യക്തം. ഇതുപോലെ ഒട്ടനവധി വീഴ്ചകൾ അന്വേഷണ ഏജൻസിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വിധിന്യായം തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാഡം എന്ന കൊട്ടേഷൻ കൊടുത്ത സ്ത്രീ അവ്യക്തമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഗൂഢാലോചനയും ഒരു കൊട്ടേഷനും ഈ കേസിൻ്റെ പുറകിലുണ്ട് എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി തുടക്കത്തിലുള്ള ഗൂഢാലോചനയും അതിനകത്തുണ്ടായിരുന്ന കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയെയും കുറിച്ച് യാതൊരു അന്വേഷണവും നടത്താത്തത് എന്തിനായിരുന്നു എന്നുള്ളത് അന്വേഷണ ഏജൻസി വ്യക്തമാക്കേണ്ടി വരുന്നു. ഇതുപോലെ തുടർന്നുള്ള
ഇത്തരത്തിൽ ഈ കേസിൽ പലതരത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ, അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ നമ്മൾ ഇനിയും തുടർന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. നന്ദി, നമസ്കാരം.